നമ്മുടെ വയനാട് ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണല്ലോ അത്. വയനാട് ചെന്നപ്പോൾ നമ്മൾ താമസിച്ച ഫ്രണ്ടിൻ്റെ വീട്ടിലെ പൂക്കളാണ് കാണിക്കുന്നത്. എന്ത് ഭംഗിയാണ്, എന്ത് വലിപ്പമുള്ള പൂക്കളാണ് നോക്കിയാൽ. റോസൊക്കെ കണ്ടോ, നിറയെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നോക്കിയും കുറേയൊക്കെ പൂക്കളൊക്കെ വാടി തുടങ്ങിയായിരുന്നു. എന്നാലും ഞങ്ങൾ കാണിച്ചു തരാൻ വിചാരിച്ചു. നമ്മൾ ഇടുക്കി, മൂന്നാർ അതുപോലൊക്കെ സ്ഥലങ്ങളൊക്കെ പോകുമ്പം ഇതുപോലെ നല്ല വലിപ്പമുള്ള പൂക്കൾ നല്ല കളർഫുൾ ആയിരിക്കും അല്ലേ. അതുപോലെ ദേ ഈ റെഡ് റോസാപ്പൂ രണ്ടിടത്തുണ്ടായിരുന്നു. അത് ശരിക്കും നിലത്താണ് നിൽക്കുന്നത്. നിലത്ത് നിൽക്കുമ്പം ചട്ടിലേക്കാളും വലുതാവും നമുക്കറിയാം. എന്നാലും നല്ല കളർഫുൾ, ഇത്രയും തിക്കായിട്ടുള്ള പൂക്കളും പിന്നെ അധികം വളപ്രയോഗമൊന്നുമില്ല. അതുകൊണ്ട് എന്നിട്ടും ഇത്രയും പൂവുണ്ടാകുന്നു. അത് കണ്ടപ്പോൾ നല്ല സർപ്രൈസിങ് ആയിട്ട് തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ പൂക്കൾ കാണാൻ തന്നെ. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ ഒരു പരിസരങ്ങളിലെ കാഴ്ചകളാണ് കേട്ടോ. ദേ ഇവിടെ ഈ വരുന്ന വഴി, അത് ഈ വീട്ടിലേക്ക് കയറുന്ന വഴി, ഇങ്ങനെ മണ്ണിട്ട വഴി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു പഴയൊരു നമ്മുടെ നാട്ടിലൊക്കെ പണ്ടത്തെ ഒരു വഴിയൊക്കെ പോലെ ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ചു ഈ ഒരു വഴി. നല്ല ഭംഗിയാണ്. ഈ വീടിൻ്റെ ബാക്ക് സൈഡിലെ ഒരു വ്യൂ ആട്ടോ അത്. ഇങ്ങനെ കയറ്റം കയറി ചെല്ലുമ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് എത്തുന്നത്. അവിടെ നല്ല പ്രകൃതി മനോഹരമായ വയനാടൻ ദൃശ്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുമാത്രമല്ല ഒരു നല്ല കാറ്റുണ്ടായിരുന്നു ഈ മുകളിലേക്ക് കയറുമ്പോഴത്തേക്ക്. ഇത് കൊള്ളാലോ, നല്ലൊരു പ്ലേ ഏരിയ ഉണ്ടല്ലോ ഇവിടെ. ഇത് പ്ലേ ചെയ്യാൻ പറ്റില്ല, ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം. ഹായ് നിധിയാ, ഇതേ കുന്ന് നോക്കി. അവിടെ കുന്നുണ്ടോ? സൺസെറ്റാണ് ഇവിടെ നിന്നായി നോക്കി. ഇതേ തുമ്പി സൺസെറ്റ്. തുമ്പി അവിടെ പോയിക്ക്. വഴി പോകണ്ടോ? ദേ ഈ ഇറക്കം ഇറങ്ങിയാണ് അതേ ഒരു വഴിയിലേക്ക് പോകുന്നത്. അവിടെയൊക്കെ വീടുണ്ട്. അശ്വതി അതിക്കട്ടെ മണ്ണ് വഴി. ഇതേ അങ്ങോട്ട് ഇറങ്ങി എങ്ങോട്ടേക്കോ പോകാം. നോക്കിക്കേ, ഇതേ അവിടെ വീടൊക്കെ ഉണ്ട്. ഒന്നല്ല 2-3 വീടൊക്കെ കാണുന്നുണ്ട്. രസമുണ്ടല്ലേ. നമ്മൾ വന്ന വഴി കാണിക്കാം കേട്ടോ. നല്ലൊരു ഇറക്കം അവിടെ നോക്കിക്കേ, കാണുന്നുണ്ടോ? ദേ കണ്ടോ ഇറക്കം, കണ്ടോ? ഇവിടെ നല്ല ഭംഗി. ഇതേ നോക്കിക്കേ, ഇവിടെ കണ്ടോ എന്ത് രസമാണ് നോക്ക്. ഹായ്, നല്ല കാറ്റും ഉണ്ട് ഇവിടെ, നല്ല കാറ്റ്. ഈവനിങ് പിന്നെ ഇവിടെ ഓരോ സ്ഥലം പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ക്രിക്കറ്റ്, ഫുട്ബോൾ എന്തും കളിക്കാൻ പറ്റിയ വിശാലമായ ഷട്ടിലൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ. എന്ത് ഭംഗിയാലേ. നമ്മുടെ ഇവിടെ സ്ഥലം കിട്ടാൻ എന്ത് പാടാ. ഇങ്ങനെയൊക്കെ ഓപ്പൺ ഏരിയ, എത്ര ഭംഗിയിൽ കാറ്റ്, രസം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതാ ഇങ്ങോട്ടൊരു ഇറക്കം, അതുപോലെ ഇത് അങ്ങോട്ട് പോയൊരു ഇറക്കം. അങ്ങോട്ട് പോയാൽ അവിടെ വീട് കാണുന്നുണ്ട്. അതൊക്കെ വഴിയുണ്ട്, മണ്ണ് വഴിയാണ്. ദേ ഇവിടെ നമുക്ക് മല കണ്ടില്ലേ, എന്ത് ഭംഗിയാലേ കാണാനായിട്ട്. സൺസെറ്റ് ഒരു 5-5:30 സമയം കഴിഞ്ഞു, 5:30 കഴിഞ്ഞു. ഇവിടെ ഇത് കാണുന്നത് റബ്ബറാണ്. റബ്ബറാണെന്ന് എനിക്ക് തോന്നുന്നത്. റബ്ബറാണ്. റബ്ബറും പിന്നെ ഇടയ്ക്ക് തെങ്ങ് എല്ലാം അവിടെ കാണുന്നുണ്ട്. തെങ്ങുണ്ട്. പിന്നെ നമ്മൾ വന്ന വഴിക്ക് കാപ്പിയുടെ കൃഷി കണ്ടു കേട്ടോ. കാപ്പി കൃഷി കണ്ടു. ഞാൻ കാപ്പിയുടെ അത് വീഡിയോ എടുക്കുകയാണെങ്കിൽ കാണിക്കാമേ. കാപ്പി തോട്ടം നമ്മൾ വരുന്ന വഴിക്ക് നിർത്താൻ പറ്റിയില്ലായിരുന്നു. തേയിലത്തോട്ടം കുറച്ചൊക്കെ കണ്ടു. പക്ഷേ തേയില നമ്മൾ മൂന്നാറിൽ അത്ര ഭംഗി ഇവിടുത്തെ തേയിലയ്ക്ക് എനിക്ക് തോന്നിയില്ല. മൂന്നാറിൽ പ്രത്യേക ഭംഗിയാണല്ലോ. അതിപ്പോൾ ഈ സമ്മർ ടൈം ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഇവിടുത്തെ തേയിലയ്ക്ക് അത്ര ഭംഗി മൂന്നാറിലെ പോലെ തോന്നിയില്ല. പക്ഷേ കാപ്പിത്തോട്ടം നിറയുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് അതുകൂടി ഉൾപ്പെടുത്താം അതിൽ, കാപ്പിത്തോട്ടം. അപ്പം നമ്മളിവിടെ നിൽക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് ഞാൻ കാണിച്ചത്. ഇവിടെ റോസാപ്പൂ ആദ്യം നിങ്ങൾ കണ്ടില്ലേ, എന്ത് ഭംഗിയാലേ. നല്ല റെഡ് കളർ റോസ നിലത്ത് വെച്ചുകൊണ്ട് നല്ല വലുതായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ റോസൊക്കെ എനിക്കൊന്ന് വയനാട്, മൂന്നാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളെ എന്ത് ചെടിയിലും കുറച്ചുകൂടി കളർഫുള്ളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവണമൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലും ഉണ്ടാവും, ഇല്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ എന്നാലും ഇവിടെ കുറച്ചുകൂടി ഒരു ഒന്നും വളം ചേർത്തിപ്പോൾ നന്നായിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നി. കാലാവസ്ഥ നല്ലതായതുകൊണ്ട്. തെങ്ങിൽ തേങ്ങയുണ്ട്, മാറി നിന്നേക്കാം. എന്തായാലും നല്ല കാറ്റ്, മഴ ഉണ്ടാവും എന്തോ.
ദിസ് ഈസ് എഡനായില, റെഡ് കളർ. ഇത് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്ന അറിയോ? അട ഉണ്ടാക്കാൻ. നല്ല സ്മെല്ലാണ് അതിന്. ഇതിപ്പോൾ നമ്മൾ മൂന്നാർക്ക് ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പോകും. ഇതേ വെള്ള ശംഖുപുഷ്പം കണ്ടോ? പക്ഷെ വെള്ളയൊക്കെ ഭംഗി എനിക്ക് തോന്നുന്നു നീലൊക്കെയാണ്. കണ്ടില്ല, ഇത് കാപ്പിത്തോട്ടമാണ് കേട്ടോ. പക്ഷെ കാപ്പി പൂക്കുന്ന സമയം ഇതല്ല. കാപ്പി പൂത്ത് അതിൻ്റെ കായും പറിച്ചു കഴിഞ്ഞു നമ്മൾ ചെന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇവിടെ ഇല്ല. കാപ്പിപ്പൂ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അല്ലെങ്കിൽ കാപ്പിയുടെ കായാണെങ്കിൽ നമുക്ക് കാണാണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം ഒന്നുമില്ലാത്ത സമയമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ തേയില പോലെ ഭംഗി കാപ്പിത്തോട്ടത്തിന് തോന്നില്ലല്ലോ, തേയിലയുടെ ഭംഗി. പക്ഷേ നിറയെ പൂത്ത് നിൽക്കുമ്പോൾ നല്ല നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും ഇവിടെ. ഇവിടെ നമ്മൾ താമസിച്ച ഫ്രണ്ട് വീട്ടിൽ പറഞ്ഞത്. അപ്പം ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു കാപ്പി പൂക്കുന്ന സമയം നല്ല മണമാണ്, പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോൾ തലവേദന അത്രയ്ക്ക് നല്ല സ്മെല്ലാന്നാണ് പറഞ്ഞത്, എല്ലാം കൂടി ഒരുമിച്ച് പൂക്കുമ്പോഴേ. അപ്പം നിറയെ കാപ്പി ഉണ്ട്. പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞില്ല കല്യാണത്തിന് വേണ്ടി വന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ നമ്മളൊരു പോകുന്ന വഴിക്ക് നമ്മൾ സുൽത്താൻ ബത്തേരിക്കാണ് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി. ഒരു ചെറിയ നാടൻ ഒരു ഊണ് കിട്ടുന്ന ഹോട്ടലായിരുന്നു. അപ്പം ഇവിടെ ഫ്രഷ് ആയിട്ട് അവക്കാഡോ ഒരു വീട്ടിലുണ്ടായതെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ 2-3 വാങ്ങിച്ചു കേട്ടോ, പറിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് തനി നാടൻ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റുള്ള ദോശയും ചട്നിയൊക്കെയാണ്. അത് പോകുന്ന വഴിക്ക് നമ്മൾ കഴിച്ചതാണ് കേട്ടോ. നല്ലൊരു നാടൻ റെസ്റ്റോറൻ്റാണിത്, ഹോട്ടൽ, വീട്ടിലെ ഊണ്. അങ്ങനെ നമ്മൾ ബത്തേരിക്കാണ്, പുൽപ്പള്ളിക്കാണ് പോകുന്നത് കേട്ടോ. പുൽപ്പള്ളിക്ക് പോകുന്ന ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ നിറയെ കാടും ഒക്കെ ആയിട്ട് അങ്ങനെ കടന്നു വേണം അങ്ങോട്ട് എത്താനായിട്ട്. പക്ഷേ ഈ വഴി ഇവിടെ നോക്കി പാടങ്ങളുണ്ട്, വാഴത്തോപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ കുറേ അധികം ഈ മുള ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. കരകൗശല വസ്തുക്കളെല്ലാം, ബാമ്പൂവിൻ്റെ ഐറ്റംസ് പലതും കാണാൻ പറ്റും. ഇഷ്ടംപോലെ ഞാനിങ്ങനെ മുളങ്കാടുകൾ കണ്ടു, നിറയെ ഉണ്ട് ഇവിടെ. നല്ല ഭംഗി, നല്ല പച്ചപ്പായിട്ട് എന്ത് ഭംഗിയായി നിൽക്കുന്നതാണ് മുളങ്കം, എന്താ പറയുക, ബാമ്പൂ ട്രീ. അതുപോലെ എനിക്ക് മനസ്സിലായത്, ഞാൻ വിചാരിച്ച് ഈ ഇടുക്കി പോലെ തന്നെ കയറ്റവും ഉറക്കമൊക്കെ തന്നെയായിരിക്കും വയനാട് എന്നാണ്. കാരണം നമ്മൾ ചുരം കയറിയാണല്ലോ വന്നത്, അതുകൊണ്ട് തന്നെ. പക്ഷേ വന്നപ്പോൾ മനസ്സിലൂടെ വാഴത്തോപ്പുണ്ട്, കപ്പത്തോട്ടമുണ്ട്. നമ്മുടെ നാട്ടിലൊരു സമതലമായ പ്രദേശമാണ്. കയറിക്കഴിഞ്ഞാൽ ചുരം കയറി വന്നാൽ പിന്നെ എല്ലാം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പ്രദേശം. ഇടുക്കി പോലെ കയറ്റം ഉറക്കമൊന്നും അത്ര തോന്നിയില്ല. അപ്പം ഉണ്ടായില്ല. അപ്പം എനിക്ക് വയനാട് ഇങ്ങനെയാണല്ലേ എന്ന് അപ്പം കൂളായിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായെന്ന് പറയായിരുന്നു. നേരത്തെ വയനാട് പോയിട്ട് ഞാൻ ഇങ്ങനെ ഉള്ളിലേക്കത് യാത്ര ചെയ്തിട്ടില്ല. 1-2 സ്ഥലം മാത്രമേ പോയിട്ടുള്ളൂ. നല്ല ഭംഗിയുള്ള ഇല്ലിമുളം കാടുകളൊക്കെയാണത്. അങ്ങനെ നമ്മളിത് കാട്ടിക്കൂടെ പോകുന്നുണ്ട്. പുൽപ്പള്ളിക്ക് പോകുന്ന വഴിക്കുള്ളൊരു കാട്. ഇവിടെയൊക്കെ എല്ലായിടത്തും തന്നെ കടുവ ഇറങ്ങും, സൂക്ഷിക്കുക ബോർഡ്, പിന്നെ ആന ഇറങ്ങും ബോർഡ്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ആകെ ഒരു കുരങ്ങനെ പോലും നമ്മൾ കണ്ടില്ല ഈ വഴിക്കൊന്നും. നമ്മൾ പോയ സമയം പകൽ ഒരു 9 മണി സമയത്തൊക്കെയാണ് ഇതിൽ ട്രാവൽ ചെയ്തത് കേട്ടോ. പക്ഷേ പലപ്പോഴും ആന ഇറങ്ങാറുണ്ട്, കടുവയൊക്കെ പലയിടത്തും വയനാട്ടിൽ നിങ്ങളൊക്കെ പേപ്പറിൽ ന്യൂസിലൊക്കെ വായിക്കാറുണ്ടല്ലോ. അതൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ എല്ലായിടത്തും ബോർഡും വെച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നിനെയും കണ്ടില്ല എന്ന് പറയുമായിരുന്നു. എന്തായാലും കാണാതൊരു നന്നായില്ലേ. ആനയൊക്കെ വഴി വന്നാൽ എന്ത് ചെയ്തേനെ. അങ്ങനെ നമ്മൾ ഭംഗിയുള്ള ഈ ഒരു ഇടതൂർന്ന മരങ്ങളുടെ ഇടയിലൂടെയാണ് യാത്ര. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു ക്ലൈമറ്റിൽ യാത്ര ചെയ്യാനായിട്ട്. മഴക്കാലമാണ് ഒന്നുകൂടി ഭംഗിയായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ വേനൽ സമയത്താണ്, എന്നാൽ കൂടി എന്ത് ഭംഗിയാണല്ലേ. ഇതേ കണ്ടു, ഇവിടെയൊക്കെ ബോർഡ് കണ്ടു, മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്. വന്യജീവികളുടെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ പോണ വഴിക്ക് കണ്ട കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോയിൽ മാക്സിമം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് എടുക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. നല്ല രസമല്ലേ ഈ ഒരു യേശു ക്രിസ്തുവിൻ്റെ പ്രതിമ. അങ്ങനെ നമ്മൾ കല്യാണ സ്ഥലത്ത് ഇവിടെ നല്ല തിരക്കും പിന്നെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിച്ചു. നമ്മൾ കയറി വരുമ്പോഴത്തേന് റിസപ്ഷൻ ആ ഒരു ഏരിയയിൽ വെച്ചേക്കുന്നതാണ് കുറച്ച് ഡിഫറെൻ്റ് ലെമൺ ജിഞ്ചർ, പിന്നെ ഇത് കണ്ടോ, സൂഫി ടീ, അങ്ങനെ പല വെറൈറ്റി ടീകൾ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അപ്പം ഞാനിത് ഈ ഒരു ടീ ഇതാണ്, ലെമൺ ടീ ആണ്. പിന്നെ ബ്ലൂ ടീ, ഇതിൻ്റെ കളർ കണ്ടില്ലേ. ബ്ലൂ ടീ എന്ന് പറയുമ്പം ഈ ശംഖുപുഷ്പത്തിൻ്റെ ഇലയാണ് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് ബ്ലൂ ടീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ടേസ്റ്റ് വൈസ് അത്ര വലിയ ടേസ്റ്റ് തോന്നില്ല, എന്നാലും ചിലർക്ക് ഇഷ്ടമാണത്. പിന്നെ ഈ ഒരു മുല്ലപ്പൂ എനിക്ക് ഞാൻ പണ്ട് കണ്ടിരുന്നു. മുല്ലപ്പൂ നല്ല മണോട്ടോ. ഇത് ശരിക്കുള്ള മുല്ലയൊന്നുമല്ല, പക്ഷെ നമ്മൾ മുല്ലപ്പൂ എന്ന് തന്നെ പറയാം. മുല്ലപ്പൂവിൻ്റെ ഒരു സ്മെല്ലാണത്, നല്ല കുത്തുന്ന സ്മെല്ലാട്ടോ. മുല്ലപ്പൂ ഒരു ടൈപ്പ് മുല്ലപ്പൂ എന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കട്ട പോലെ ഉണ്ടാവും. ഇത് ചെടി ഇതാണ് കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ പൂ കണ്ടിരുന്നത്. ഇപ്പോൾ ഒന്നും ഇവിടെ ഒന്നും എവിടെയും കാണാറില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ നൊസ്റ്റാൾജി ഓർമ്മയിൽ ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്താണ്. അപ്പോൾ ഈ പൂ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അതിൻ്റെ പേര് അറിയാമെങ്കിൽ ആരും ഒന്ന് കമൻറ്റ് ചെയ്യണം, അറിയാവുന്നവരുണ്ടെങ്കിൽ.